സംസ്ഥാന പോലീസ് സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ സജീവമായി ചർച്ചാ വിഷയമായിട്ടുണ്ട്. ശ്രീമാൻ MR അജിത് കുമാർ എന്ന് പറയുന്ന DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ആണ് ഈ ചർച്ചയിലെ പ്രധാനമായ കഥാപാത്രം. അദ്ദേഹത്തിനെതിരായി ഒരു മുൻ MLA ആയ PV അൻവർ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിച്ചതായിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് നിവർത്തിയില്ലാതെ വന്നപ്പോൾ, സർക്കാരിന് താല്പര്യമില്ല എങ്കിൽ കൂടി പൊതുസമൂഹത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ സംസ്ഥാന വിജിലൻസ് വകുപ്പിനെ കൊണ്ടൊരു അന്വേഷണം നടത്തി. നമുക്കറിയാം, ഒരു ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരായി മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഫലം എന്നുള്ളത് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, ഈ ഉദ്യോഗസ്ഥൻ വിജിലൻസ് അന്വേഷണം നടത്തുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥനും ആരോപണത്തിന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനും എത്ര ഉയർന്ന റാങ്കിലുള്ള ആളാണെങ്കിലും പോലീസ് വകുപ്പ് ഭരിക്കുന്നതായിട്ടുള്ള മന്ത്രിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ്. ഇവിടെ കേരളത്തിൽ പോലീസ് വകുപ്പിന്റെ നിയന്ത്രണം, ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം കഴിഞ്ഞ 9 വർഷമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ ആരോപിക്കപ്പെടുന്നതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനും ആരോപണം ഉന്നയിക്കുന്നതായിട്ടുള്ള MLA ആകട്ടെ, അല്ലെങ്കിൽ മറ്റേ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ, അല്ലെങ്കിൽ പൊതുപ്രവർത്തകരാകട്ടെ, അതൊക്കെ ഉന്നയിക്കുമ്പോഴും ജനങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ അന്വേഷണം നടത്തിയെന്ന് വരുത്താൻ വേണ്ടി ഒരു അന്വേഷണ പ്രഹസനം നടത്തുക ഈ സർക്കാരിന്റെ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന ശ്രീ ജേക്കബ് തോമസ് IPS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ പോലും ഈ വേണ്ട തരത്തിൽ അന്വേഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതെ ശ്രീ MR അജിത് കുമാർ എന്ന് പറയുന്ന നിലവിലുള്ള DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനായി സർക്കാർ വളരെയേറെ ശ്രമിച്ചു, ഇപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഏറ്റവും ഒടുവിലായി ഈ വിഷയത്തിന് പ്രാധാന്യം ലഭിച്ചത് ഈ മെയ് മാസം 31-ാം തീയതി സർവീസിൽ നിന്ന് പിരിയുന്ന കേരളത്തിലെ പോലീസിന്റെ ഉന്നതനായിട്ടുള്ള DGP അദ്ദേഹത്തിന് പകരക്കാരനായി ആളെ കണ്ടെത്തുന്നതിനുള്ള പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. 6 സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരുടെ DGP റാങ്കിലുള്ളവരുടെ പട്ടിക കേന്ദ്രത്തിൽ അയച്ചു കൊടുക്കുന്നതിൽ ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഈ 6 പേരിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ UPSCയുടെ ഒക്കെ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം സാന്ദർഭികമായി, അല്ലെങ്കിൽ നമുക്ക് സാങ്കല്പികമായി പറഞ്ഞ്, ഈ പോലീസ് സേനയുടെ ഏറ്റവും തലപ്പത്ത് ക്രമസമാധാനത്തിന് ചുമതലയുള്ള DGP ആയി ഇദ്ദേഹം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ പൊതുസമൂഹം സ്വീകരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും സ്വീകാര്യത ഉണ്ടാകുന്നത് എന്നൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇദ്ദേഹത്തിനെതിരായി, ഈ MR അജിത് കുമാറിനെതിരായി PV അൻവർ മുൻ MLA ഉന്നയിച്ച ആരോപണങ്ങളൊന്നും ചെറുതല്ല. പ്രധാനമായിട്ടുള്ളത്, ഇദ്ദേഹം BJPയുമായി ഒരു ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് നിലവിലുള്ള ഗവൺമെന്റിന് ഒരു ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാലമായി പ്രവർത്തിച്ചു. ഇദ്ദേഹം രഹസ്യമായി ചില BJP നേതാക്കന്മാരെയൊക്കെ മുൻപ് കണ്ടു. ഇദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു. ഇദ്ദേഹത്തിന്റെ ചില ക്രയവിക്രയങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ വകയായി തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു ഫ്ളാറ്റിന്റെ വിൽപ്പനയിൽ ചില സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിന് സമീപം പണിയുന്ന 3 നില മണിമാളികയിൽ ഒക്കെ ക്രമക്കേടുകളുണ്ട്. അത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായി വ്യാജ മൊഴികൾ കൊടുത്തു എന്നുള്ള ആരോപണമുണ്ട്. അങ്ങനെ നിരവധി ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരായി നടത്തിയ വിജിലൻസ് റിപ്പോർട്ട് പോലും ഇദ്ദേഹം നിരപരാധിയാണ്, യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് റിപ്പോർട്ട് അതേപടി ഇപ്പോൾ മുഖ്യമന്ത്രി അംഗീകരിച്ച് ഒപ്പിട്ടിരിക്കുകയാണ്. എന്താണ് അത് നൽകുന്ന സന്ദേശം? ഈ
ഉന്നയിക്കപ്പെട്ടതായിട്ടുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന പ്രതിപട്ടികയിലുള്ള MR അജിത് കുമാറിന്റെ വാദം അതേപടി അംഗീകരിച്ച് അദ്ദേഹത്തെ കുറ്റവിമുക്തനായി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നോക്കണം, ഇദ്ദേഹത്തിനെതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ എത്ര ഗൗരവമുള്ളതാണ്. നിരപരാധിയായിട്ടുള്ള ഒരു ജൂനിയർ IPS ഉദ്യോഗസ്ഥനെതിരായി കള്ളമൊഴി കൊടുക്കുക, മലപ്പുറം ക്യാമ്പിലുള്ള പോലീസ് ക്യാമ്പിലുള്ള മരം മുറിച്ചതിനെ സംബന്ധിച്ച് അതിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് ഒരു മുൻ MLA നിയമസഭാ സാമാജികൻ കൊടുത്തിരിക്കുന്ന ആക്ഷേപം അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ രഹസ്യമായി രാഷ്ട്രീയ നേതാക്കന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ച, പൂരം കലക്കി തൃശൂർ എന്നതിനെ സംബന്ധിച്ചുള്ള ആരോപണം, ഇതേക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തിയെന്ന മട്ടിലാണ് വിജിലൻസ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതും ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കൊടുത്ത റിപ്പോർട്ട് അതേപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. എന്തായാലും ഇത് ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരപരാധിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു DGP, ഒരു IPS സീനിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരായി നടത്തിയ കള്ളമൊഴികൾ ആരോപണങ്ങൾക്കെതിരായി അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ സിവിലായും ക്രിമിനലായും മുന്നോട്ട് പോകുന്നതിനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് അദ്ദേഹം സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹം അനുവാദം ലഭിക്കുമെങ്കിൽ, ചട്ടപ്രകാരം അദ്ദേഹത്തിന് അനുവാദം ലഭിക്കുമെങ്കിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ സംബന്ധിച്ച് കോടതി മുഖാന്തരം അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുസമൂഹവും ഈ ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദവും കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങൾ കുറെ കൂടെ, ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ കൂടുതൽ പുറത്തായിട്ട് വരും, തെളിവുകൾ കൂടുതൽ പുറത്തു വരും. ഇദ്ദേഹത്തിന് സാമ്പത്തിക ഇടപാടുകൾ, ഈ കളങ്കപ്പെട്ട ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, ജൂനിയർ ഉദ്യോഗസ്ഥനെതിരായിട്ട് കള്ളമൊഴികൾ കൊടുത്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട്, ബോധപൂർവം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർവദാ ഏറ്റവും ഉയർന്ന തസ്തികയ്ക്ക് യോഗ്യനാണ് എന്ന് സർട്ടിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വൈരുദ്ധ്യം വളരെ ഗൗരവമുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഇതിന് എതിർപ്പുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ DGP ഈ കള്ളമൊഴി കൊടുത്തതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അത് തന്നെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. അതായത് ഒരു മേൽ ഉദ്യോഗസ്ഥൻ തന്റെ തൊട്ട താഴെയുള്ള ഉന്നതനായിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥൻ ക്രമക്കേടുകൾ കാണിച്ചു എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തി നടപടികൾ എടുക്കണമെന്ന് ചുമതലയുള്ള മന്ത്രിയോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അത് സംബന്ധിച്ചും ഇതുവരെ ഒരു നടപടിയും സർക്കാർ എടുത്തിട്ടില്ല. അതിൻ്റെ മേൽ സർക്കാർ ഇപ്പോഴും അടയിരിക്കുകയാണ്. അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ആളിനെ പൂർണ്ണമായി സംരക്ഷിക്കുക എന്ന ചുമതലയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആകെ എടുത്തിരിക്കുന്നത്. ആ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനകത്തൊക്കെ ചില ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ താമസിയാതെ ഒരുപക്ഷെ സമഗ്രമായ അന്വേഷണം വരുമ്പോൾ ഉണ്ടാകും. ഇദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ യാദർച്ഛികമായിട്ടോ സാങ്കല്പികമായിട്ടോ ഇദ്ദേഹം പോലീസ് സേനയുടെ ഏറ്റവും തലപ്പത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ആളായി വരുമെങ്കിൽ, ഈ 6 പേരുടെ പട്ടികയിൽ നിന്ന് വരുമെങ്കിൽ, അതും ഒരുപാട് ചലനങ്ങൾ ഈ സമൂഹത്തിലും സർക്കാർ സർവീസിലും പോലീസ് സേനയിലും ഉണ്ടാക്കും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഒരു കളങ്കിതനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അതിന്റെ നിജസ്ഥിതിയൊക്കെ വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളൊക്കെ അതിന് സമാധാനം പറയണം.
ആരോപണം ഉന്നയിച്ച ആളുകൾ വസ്തുതാപരമായി തെളിവുകൾ സമർപ്പിക്കണം. അങ്ങനെ ഒരു നിയമപരമായ നടപടികളിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരികയുള്ളൂ. അത് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വസ്തുതകൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പോലീസ് സേനയുടെ ഉള്ളിൽ തന്നെ ഈ തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും വിശ്വാസ്യത ഇല്ലായ്മയും പരസ്പര ആരോപണങ്ങളും ഒക്കെ മുൻപെങ്ങും കേട്ടുകേൾവി ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ മന്ത്രിമാരുടെയോ രാഷ്ട്രീയ കക്ഷികളുടെയോ ചട്ടുകങ്ങളായി പ്രത്യേകിച്ച് പോലീസ് സേനയിലുള്ളവരെ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് യോജിച്ചതല്ല. ഒന്നാന്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു പോലീസ് സേനയാണ് കേരളത്തിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായമില്ല. അതിനകത്ത് ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അവരെ സംരക്ഷിക്കാൻ ഒരിക്കലും ഭരണ സംവിധാനം ഉപയോഗിക്കാൻ പാടില്ല. കുറ്റം ചെയ്ത ആളുകളെ എത്ര ഉന്നതരാണെങ്കിലും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. നമുക്കറിയാം, പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇപ്പോഴും ആരോപണത്തിന് വിധേയരായിട്ടുണ്ട്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നിരവധിയുണ്ട്. ഇടത്തരം ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേനയിലുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അഴിമതി കേസിൽ മറ്റു തരത്തിലുള്ള കേസുകളിലൊക്കെ പെട്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സർവീസിൽ ഇരിക്കുന്നുണ്ട് എന്നൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. അതുകൊണ്ട് പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ നിഷ്പക്ഷമായി മാറ്റി നിർത്താനുള്ള ആർജവം ഭരിക്കുന്ന സർക്കാരിനുണ്ടാകണം. മുഖം നോക്കാതെ ഈ കുറ്റക്കാരാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവരാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന സമീപനം ഉപേക്ഷിച്ചുകൊണ്ട് പോലീസ് സേനയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ഒരു സത്യസന്ധമായ ഭരണകൂടം സ്വീകരിക്കേണ്ടത് എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്.